എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സഖ്യബായ നിങ്ങൾക്ക്. എന്താ പറ്റുമോ? കൂട്ടി കൊടുക്കാൻ പറ്റുമോ സഖ്യബായ നിങ്ങൾക്ക്? ബട്ട് ഐ ക്യാൻ. കൂട്ടി കൊടുക്കാം, കുതികാല് വെട്ടാം. എന്തിന്? ഈ സൂര്യന് ചൂടിനുള്ള എന്ത് നെറുകേടിനുമാകും ഈ ബലരാമന്. എന്ന പടം ടിക്കറ്റ് ഒന്ന് വിളിച്ച് പറ എന്ന് ഞാൻ പറയും. അപ്പോൾ ഒരു തവണ എന്തോ അച്ഛനായിട്ട് സംസാരിച്ച് ചെറിയ വഴക്കായി ഉണ്ടായിരിക്കുക, ചെറിയ സൗന്ദര്യപ്പണക്കം പോയിരിക്കുക. അപ്പോൾ സിനിമ കാണാനും പോകണം. ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ, കുറച്ച് വിറച്ചോണ്ട് ഞാൻ ക്ഷമയാ, എൻ്റെ മകനും എൻ്റെ ഫ്രണ്ട്സും വരും, 2 ടിക്കറ്റ് എടുത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞ് ഫോൺ വെച്ച് അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛനെ ആശ്രയിച്ചിട്ടില്ല. പിന്നെ ഞാൻ ശീലമാക്കി, അച്ഛനെ ആശ്രയിച്ചിട്ടില്ല. മാർക്കോ കണ്ട് എന്റെ തല ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും ക്രൂരനാവുന്നത്? ഹനീഫ് സാറ് പറഞ്ഞു, എടാ ഇതുപോലെ ഇന്നതുപോലെയാണ്, കിച്ചനാണല്ലോ, അപ്പൊ ഈ സിലിണ്ടർ യൂസ് ചെയ്യണം, ചെയ്തിട്ട് കൊല്ലുവോ, നീ നിന്റെ രീതി ചെയ്തോ. ഓക്കെ, ഞാനതങ്ങ് ചെയ്തു. അപ്പൊ ആ വീട്ടിലോട്ട് വെടി വെക്കുക. അപ്പോൾ ബുള്ളറ്റ് തട്ടി ചുണ്ടിലൊക്കെ തട്ടി ചുണ്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അവിടെ വെച്ച്. ബാക്കിന് ഷെല്ല് ശരിക്കും തെറിച്ചു പോകും. അപ്പോൾ 2 തവണ ചുണ്ടത്തും ഇവിടെയൊക്കെ വന്ന് ഇടിച്ചു, പൊട്ടി ചോരയൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം ഒരു റിഹേഴ്സൽ നടത്തി. അത് കഴിഞ്ഞ് ഒറ്റ ഷോട്ടിൽ ആ ഒരു കുറേ പേര് കയറി വരുന്നൊരു ഒരു സീനുണ്ട്. അത് ഒരു ഒറ്റ ഷോട്ടിലാണ് എടുത്ത് തീർത്തത്. ഒറ്റ ടേക്കിൽ അതെടുത്ത് തീർത്തു. പുള്ളി കറക്റ്റ് എന്നെ നോക്കിയത് ഞാൻ അടിപൊളിയായിട്ട്, ഒരു രക്ഷയില്ല. എങ്ങനെയായിരിക്കും ഉണ്ണി മുകുന്ദൻ ഈ ഒരു മുഖത്തെ കണ്ടെത്തിയത്? എന്നെ എങ്ങനെ ഉണ്ണിച്ചേട്ടൻ കണ്ടുപിടിച്ചു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഷൂട്ടിംഗ് സമയത്ത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഒരു റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഉണ്ണിച്ചേട്ടൻ ഞാൻ ഇങ്ങനെ ഇടിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുറച്ച് റഫ്നെസ് കൂടി പോയി, പുള്ളിയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിയൊക്കെ ചെയ്തു. പക്ഷെ പുള്ളി അപ്പോഴും എടാ കുഴപ്പമില്ല, അത് നീ സൂക്ഷിക്കുക, ഇനി സംഭവം ഇപ്പം ഞാനായതുകൊണ്ട് ഓക്കെ, മറ്റൊരു ആക്ടർ ആയിരുന്ന ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല അവർ റിയാക്ട് ചെയ്യുന്നത്. നോട്ടി കിഡായിരുന്നു അപ്പൂപ്പന്റെ അടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അയ്യോ, ചിലതൊന്നും ഞാൻ പറയുന്നില്ല. ഫ്ലാറ്റിൽ അച്ഛൻ്റെ ഫ്ലാറ്റ് വേണ്ടത്തെ ഫ്ലാറ്റിൽ വെച്ച് ടിവിയുടെ റിമോട്ടൊക്കെ ഫ്ലാറ്റിന്റെ 7ാമത്തെ നിലയിൽ നിന്നൊക്കെ താഴോട്ട് എടുത്ത് എറിയുമായിരുന്നു. അന്ന് പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ റാസ്കൽ. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. മലയാള സിനിമയ്ക്ക് ഇതിൽ കൂടുതൽ ക്രൂരത കാണിക്കാനില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന സിനിമ മാർക്കോ. മാർക്കോയിലെ വില്ലനെ അവിസ്മരണീയമാക്കിയ അഭിമന്യു ഷമി തിലകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വീണ. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി എല്ലാ കാലത്തും വാഴ്ത്തപ്പെടുന്ന തിലകൻ സാറിന്റെ മകൻ പേരക്കുട്ടി കൂടിയാണ്. അപ്പോൾ ഏതായാലും മാർക്കോ കണ്ട് എന്റെ തല ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും ക്രൂരനാവുന്നത്? അത് ക്യാരക്ടറല്ലേ, നമ്മൾ ആ ക്യാരക്ടർ ഹനീഫ് സാർ നമ്മുടെ ഡയറക്ടർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു മനസ്സാക്ഷിയുടെ തരുമ്പെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഞാൻ അതിനകത്ത് കണ്ടുകൊണ്ടിരുന്നത്. എങ്ങനെ സാധിച്ചു? ആ സിറ്റുവേഷനിൽ ചെയ്യുക എന്നുള്ള ഓപ്ഷനുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ചെയ്യുക, അന്നേരം അതിന്റെ സംഭവം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ നമുക്ക് മുമ്പിലുള്ളൂ. ഒരുപാട് ആളുകളിൽ നിന്ന് എങ്ങനെയായിരിക്കും ഉണ്ണി മുകുന്ദൻ ഈ ഒരു മുഖത്തെ കണ്ടെത്തിയത്? ഉണ്ണിച്ചേട്ടൻ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്നെ എങ്ങനെ ഉണ്ണിച്ചേട്ടൻ കണ്ടുപിടിച്ചു എന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത്. ഷൂട്ടിംഗ് സമയത്ത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് ഷനീം സെയ്ദ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, പുള്ളിയാണ് എന്നെ പറ്റി ഉണ്ണിച്ചേട്ടനോട് പറഞ്ഞത്. അപ്പോൾ ഷനീമിക്കാനെ പുള്ളിനെ ഞാൻ പിന്നീടാണ് ഷൂട്ടിംഗ് സമയത്ത് വെച്ചാണ് പിന്നീട് ഞാൻ പരിചയപ്പെടുന്നത്. അന്നേരമാണ് പുള്ളി പറയുന്നത് ഞാനാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാനും പലപ്പോഴും ആലോചിച്ചിട്ട് ഉണ്ണിച്ചേട്ടൻ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കാൻ പോയില്ല. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഇതൊരു കാസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിയായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ ശ്രദ്ധയപ്പെട്ടതും ഉണ്ണിച്ചേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു മാർക്കോയിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ആദ്യമായി ഞാൻ ചെയ്തു വെച്ച സിനിമ ഞാൻ തന്നെ പോയിരുന്ന ഒരു വലിയ സ്ക്രീനിൽ കണ്ടപ്പോ എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയത്? പടം തുടങ്ങിയപ്പോൾ അതുപോലെ എൻ്റെ ആ ഇൻട്രോ പോർഷൻ കാണുമ്പോൾ കുറച്ച് ഞാൻ ഇമോഷണലായി, കുറച്ച് കണ്ണൊക്കെ നിറഞ്ഞ്. അച്ഛൻ ഇപ്പുറത്തിരിക്കുന്നു, ഇങ്ങോട്ട് ഫ്രണ്ട്സ് ഇരിക്കുന്നു, ഇങ്ങോട്ട് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അപ്പച്ചിയൊക്കെ ഇരിപ്പുണ്ട്, ബന്ധുക്കളിരിപ്പുണ്ട്, അങ്ങോട്ട് ഫ്രണ്ട്സ് ഇരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് പേടിച്ച് ചമ്മലൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്നെ ആദ്യമായിട്ടുള്ള ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അത് കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ആ ഒരു സന്തോഷം കൊണ്ട് ഇമോഷണലായി ഞാൻ. പിന്നെ എന്നങ്ങിരുന്ന് എൻജോയ് ചെയ്ത് പോയി. പിന്നെ പല സീനും കാണുമ്പോൾ അച്ഛൻ്റെ അടുത്തിരിക്കുന്നത് ആ മിസ്റ്റേക്സ് പിന്നീടാണ് ഓരോ കാണുമ്പോൾ അയ്യോ അത് കുറച്ച് മെച്ചപ്പെടാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. ആണോ? ഈ ഞാനൊരു കമന്റ് വായിച്ചാണ്, കുട്ടികളോട് ഇത്രയും സ്നേഹമുള്ള മറ്റൊരു വില്ലൻ മലയാള സിനിമയിൽ ഉണ്ടാകില്ലെന്ന്. സിനിമ കണ്ടവർക്ക് ഈ കാര്യം എങ്ങനെയാണെന്ന് കൃത്യമായി ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെയാണ് ഇപ്പോഴും പേരോടൊക്കെ ഞാനിങ്ങനെ മറ്റേ അടിയിൽ എഴുതി കാണിക്കുന്ന കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയമലംഘനമാണ്, ഇതൊരു സിനിമ മാത്രമാണ്, ഒരു മനുഷ്യനും ഇങ്ങനെ ആകാൻ പറ്റില്ല എന്ന് ഞാനിങ്ങനെ എന്നെ സ്വയം പറഞ്ഞു ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടികൾക്കെതിരെയുള്ള ആ ചില രംഗങ്ങളൊക്കെ
സംവിധായകൻ പറഞ്ഞു വന്നു, ഇനി നിനക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇട്ടതാണെന്ന് ഞാൻ അറിയുന്നത്. എങ്ങനെയാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കരമായിട്ട് അതങ്ങ് ഏറ്റെടുക്കും, ആളുകൾക്ക് ഭയങ്കരമായിട്ട് നമ്മളോടൊരു ദേഷ്യം ഉണ്ടാകും എന്നൊരു തോന്നലുണ്ടായിരുന്നു? ആളുകൾക്ക് ദേഷ്യം വരണമല്ലോ, കാരണം അതാണല്ലോ ഈ ക്യാരക്ടറുടെ ഉദ്ദേശം. കാരണം ആളുകൾ ആ വില്ലനെ അത്രയും വെറുക്കപ്പെട്ടാലല്ലേ ഏക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഞാൻ ചെയ്തേ ഉള്ളൂ. അതെ, എന്റെ ഹനീഫ് സാറ് പറഞ്ഞു, എടാ ഇതുപോലെ ഇന്നതുപോലെയാണ്, ഇന്ന അതായത് കിച്ചൺ ആണല്ലോ, അപ്പൊ ഈ സിലിണ്ടർ യൂസ് ചെയ്യണം, ചെയ്തിട്ട് കൊല്ലുമോ, നീ നിന്റെ രീതി ചെയ്തോ, ഓക്കെ ഞാനതങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത സീൻ ഏതായിരിക്കും? ഓഫ് കോഴ്സ് എന്റെ ഇൻട്രോ, ഞാൻ ആ സ്റ്റെപ്പ് കയറി വരുന്ന എൻ്റെ ഒരു ഫേസ് കാണിക്കുന്ന ഫേസ് റിവീൽ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അതും പിന്നെ ജഗദീഷ് അങ്കിളായിട്ടുള്ള ആ ഒരു സീക്വൻസ്, പുള്ളിയുടെ മരിക്കുന്ന ആ ഒരു പോർഷനിൽ, അതും എനിക്ക് ഭയങ്കര മനസ്സിലുള്ള കുറച്ച് രണ്ട് പോർഷൻസ് ആണ് അത് രണ്ടും. ഷമ്മി ചേട്ടനും ശോഭ ചേട്ടനും രണ്ടുപേർക്കും ഇപ്പോ മകനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മറ്റേ ഭയങ്കരമായ അഭിമാനമാണ്. നമ്മൾ ഏത് ബൈറ്റ് എടുത്ത് നോക്കിയാലും അവരിങ്ങനെ മകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടിരുന്നോ? അച്ഛൻ പറഞ്ഞതും ചെറിയച്ഛൻ പറഞ്ഞതും ഒക്കെ എന്താ ഇപ്പൊക്കെ തോന്നിയ, എടാ എന്നോട് പറയാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴാണോ പറയുന്നതെന്ന് തോന്നിയോ? അല്ല, അച്ഛൻ ഓബിയസ്ലി എൻ്റെ അടുത്തിരുന്നാണ് പറഞ്ഞത്. പിന്നെ ശോഭ, എൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ കേൾക്കുന്നത് മിനിഞ്ഞാന്നാണ്. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ സത്യം എനിക്ക് നല്ല വിഷമം. ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ, കുട്ടിക്കാലത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം വന്നു. ശരിയാണ്, പണ്ട് ഇങ്ങനെ ബൈക്കിലൊക്കെ പോയ കഥകളും മെമ്മറീസൊക്കെ. പിന്നെ അച്ഛൻ്റെ കാര്യമാണ്, അച്ഛൻ പിന്നെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്യുന്ന, സ്ഥിരം അങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. എനിക്ക് മാർക്കോയിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ ചെറിയ ചെറിയ ഡബിങ്ങിലുണ്ടായ മിസ്റ്റേക്സ് അച്ഛൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, അത് കണ്ടോ അങ്ങനെ ചെയ്തിരുന്ന കുറച്ച് സൂപ്പറായാലേ. അപ്പം ഞാൻ മനസ്സിൽ ആ പോർഷൻ കണ്ടപ്പോൾ അത് ഇങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ അത് തന്നെ അച്ഛനെ ഇങ്ങോട്ട് പറയുമോ കറക്റ്റായിട്ട്. ഞാൻ മനസ്സിലാക്കേണ്ട കറക്റ്റ് അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്തതിന് കുറച്ച് സൂപ്പർ ആയിരുന്നല്ലേ പറഞ്ഞാ ശരിയാ. എനിക്ക് തോന്നിയ അതേ കാര്യങ്ങൾ തന്നെ അച്ഛനും പറഞ്ഞത് തന്നെ. പക്ഷെ അഭിമന്യു ഇത്രയും കാലം എവിടെയായിരുന്നു? പഠനവും ബാക്കിയുള്ള ജോലിയൊക്കെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു. പിന്നെ ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്രം സിനിമയിൽ ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഇപ്പോൾ എന്തൊക്കെ വലിയ ബാക്കപ്പ് ഉണ്ട്, നമുക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഭാഗ്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എങ്ങും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. രണ്ട് തലമുറ വളരെ സജീവമായിട്ട് സിനിമയിലുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമയിലേക്ക് വരാൻ എളുപ്പമായിരുന്നില്ലേ? അങ്ങനെ അത് ആ ഒരു വഴി ഉപയോഗിച്ചില്ലേ? ഇല്ല, ഞാൻ ഉപയോഗിച്ചില്ല. എനിക്ക് അങ്ങനെ ഒരു ആരുടെ അടുത്തെങ്കിലും ചാൻസ് ചോദിക്കുകയോ അല്ലെ അച്ഛൻ പോയി അടുത്തെങ്കിലും അവൻ എൻ്റെ മകനെ പുറത്തേക്ക് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ പലപ്പോഴും അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഓരോ വേദികളിൽ പോകുമ്പോൾ ഇതുപോലെ ചോദിക്കുക, ചേട്ടാ എന്ത് മോനെ കയറ്റാത്ത, ഇത്രയും വലിയ മോനുണ്ടോ എന്ന് അറിഞ്ഞില്ല. ഞാൻ കയറ്റത്തില്ല, അവന് കഴിവുണ്ടെ അവൻ കയറട്ടെ എന്നെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ, ഞാനപ്പോൾ കേട്ടിട്ട് എന്ന് പറഞ്ഞിരിക്കുന്നുള്ളത്. എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടില്ലേ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ എന്ന്? ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടേ ഇല്ല. മനസ്സിൽ കൂടെ പോയിട്ടുണ്ടോ അങ്ങനെ അടുത്തോട്ട്, ഈ അച്ഛനെന്താ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാത്തതെന്ന്? ഇല്ല, അങ്ങനെ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ലൈഫിൽ ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരിക്കലും അത് അച്ഛൻ്റെ അടുത്ത് പറയണോ, എന്ത് ഹെൽപ്പ് ചെയ്യാത്ത ഈ മനുഷ്യൻ, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അന്നൊന്നും എനിക്ക് കാര്യം ലോജിക്ക് മനസ്സിലായില്ല. പിന്നീട് ആലോചിക്കുമ്പോൾ ശരിയാണ്, പുള്ളി അങ്ങനെ ചെയ്യാതിരുന്നതിൽ കാര്യം ഉണ്ടായെന്ന് എനിക്ക് പിന്നെ മനസ്സിലാവുന്നുണ്ട്. മിഖായേൽ കണ്ടപ്പോൾ നമ്മുടെ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നോ ഇതിനൊരു പ്രീക്വൽ വരും, അതിലേക്ക് ഞാൻ വരും, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും പോയിരുന്നു? ഇല്ല, ചോദിച്ചില്ല. കാരണം ഞാൻ മിഖായേൽ 2019 പടം ഇറങ്ങുന്നു തോന്നുന്നു. ഞാൻ ആ ടൈമിൽ കണ്ടിരുന്നു പടം, പക്ഷെ എനിക്ക് കണ്ടു അങ്ങ് വിട്ടു. പിന്നീട് ഹനീഫ് സാർ എന്നെ ഇതിൽ വിളിക്കുമ്പോൾ ഹനീഫ് സാറിനെ അടുത്ത ദിവസം മീറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് അത്ര വർഷമായില്ലേ, അപ്പൊ എനിക്ക് മറന്നു. കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. മാർക്കോ എന്ന് പറയുന്ന ഇതിൽ ഉണ്ണിച്ചാട്ടൻ ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ നടന്നു വരുന്നത്, ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കഥ പ്ലോട്ടൊക്കെ ഞാൻ കുറച്ച് മറന്നുപോയി. അങ്ങനെ ഞാൻ തലേദിവസം വീണ്ടും മിഖായിലിരുന്ന് ഞാൻ കാണുമോ, എവിടെ ഇരുന്ന് കാണുന്ന കാര്യം അന്ന് ഞാൻ തിയേറ്ററിലും കണ്ട് പോയി കണ്ടതാ. പക്ഷേ പിന്നീട് ഇത് എവിടെ കാണണം, പിന്നെ ഞാൻ OTT ആമസോൺ പ്രൈമിലോ എവിടെയോ ഇരുന്ന് ഞാനും അമ്മയും കൂടി ഇരുന്ന് ഫുള്ള് കണ്ട്, ഓക്കെ ഇപ്പൊ ഓർമ്മ വന്നു. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒന്നും കണ്ട്. അതിനുശേഷം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ സിനിമയിൽ പോർട്രേ ചെയ്യുന്നതെന്നൊക്കെ സ്വയം ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നുള്ളത്? ഇല്ല, ഒന്നാമത്തെ കാര്യം ഹനീഫ് സാറ് ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ ഏത് പടത്തിലാണ് കാസ്റ്റിംഗ് പോലും എനിക്ക് അറിയത്തില്ല. പടത്തിന്റെ പേരോ ഒന്നും തന്നെ എടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഹനീഫ് സാർ ഫസ്റ്റ് ചോദിക്കുന്നത്, എനിക്ക് ആക്ച്വലി നല്ല മുടിയുണ്ടായിരുന്നു. അപ്പോൾ ഹനീഫ് സാർ ഫസ്റ്റ് ചോദിക്കുന്നത്, ആ മുടി നിനക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല സാറേ, മുടി ഞാൻ വെട്ടി, 2-3 ദിവസം മുന്നേ മുടി വെട്ടി. കുഴപ്പമില്ല, നീ എന്തായാലും നാളെ വാ. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മാർക്കോയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് ഏത് പടമാണ്, ഏത് പടമായിരിക്കും.
അപ്പോൾ ഞങ്ങളിരുന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുക. അങ്ങനെ ഇതുപോലെ ഉണ്ണിച്ചേട്ടനെ എങ്ങാണ്ട് പണ്ട് കുറച്ചാൾ മുന്നേ മാർക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ കസരയിൽ ഒരു സിഗാർ പിടിച്ച് നിൽക്കുന്ന ഒരു പടം ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലായി മാർക്കോ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും എൻ്റെ ക്യാരക്ടർ ഇതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് വരുമ്പോഴാണ് ഇതുപോലെ മാർക്കോ എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ മാർക്കോയാണ് ആലോചിച്ചത് കറക്റ്റ് തന്നെയാണെന്ന് മനസ്സിലായത്. പിന്നെ സ്റ്റോറി ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് അപ്പോൾ സ്റ്റോറി കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കഥാപാത്രത്തെ കുറച്ചൊക്കെ ഒന്ന് ഇന്നതാണ്, ഒരു വില്ലനാണ്, പക്ഷെ ഇങ്ങനത്തെ സൈക്കോ ഒരാളായിരിക്കും, ഭയങ്കര ക്രൂരനായ ഒരാളായിരിക്കും, ബട്ട് ഒരു ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും, ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ്, സ്വാഗ്, ഡ്രസ്സിങ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഒരു അമേരിക്കൻ US പോയി പഠിച്ച് വന്ന ഒരു കെമിക്കൽ എഞ്ചിനീയർ അങ്ങനെ എന്തൊരു സെറ്റപ്പിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊള്ളാം, ഓക്കെ ആണ് അല്ലേ. ഇനി സിനിമ ഒരു കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയോ? എനിക്ക് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ. പിന്നെ ഈ പറഞ്ഞ സിനിമ ഒരു ഭാഗ്യപരീക്ഷണമാണ്. നടന്നില്ലെങ്കിൽ ഞാൻ ബാക്ക് ടു എൻ്റെ പഴയ ലൈഫിൽ എന്താ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അതങ്ങ് ചെയ്യത്തേ ഉള്ളൂ. മാർക്കോയ്ക്ക് വേണ്ടി എടുത്ത ത്യാഗങ്ങൾ എന്തൊക്കെയായിരിക്കും? അയ്യോ, അത് ഓഫ് കോഴ്സ് ഡയറ്റും, എനിക്ക് ഇഷ്ടപ്പെട്ട പല ഫുഡുകളും ഞാൻ ഇതിനു വേണ്ടി നിർത്തി എന്നുള്ളതാണ്. ആണല്ലേ? ഫോർ എക്സാമ്പിൾ ചോറ് എനിക്ക് ഓക്കെ, ചോറ് ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് കൂടുതൽ മധുരങ്ങൾ അതൊക്കെ ഒഴിവാക്കി, മിൽക്ക് ഷേക്ക് ഇതൊക്കെ ഞാൻ സ്ഥിരം പോയി കൂട്ടുകാരോടൊപ്പം പോയി അവിടെ ഇവിടെയൊക്കെ പോയി കുടിക്കുന്ന കാര്യങ്ങളായിരുന്നു. അതെല്ലാം ഒഴിവാക്കി, ഈ പറയുന്ന ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കി, ഓയിലി ഫുഡ്സ് അതൊക്കെ ഒഴിവാക്കി. അതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ യൂസ്ഡായി ആണല്ലേ. നമ്മള് ഇങ്ങനെ അഭിമന്യുവിന് ഇങ്ങനെ സംസാരം കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ എവിടേക്കോ ശമിച്ചേട്ടനും ശോഭിച്ചേട്ടനും ഒക്കെ സംസാരിക്കുന്ന പോലെ തോന്നുകയാണ്. ഇങ്ങനെ നമുക്ക് അച്ഛൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ ആരുടെയെങ്കിലും ഒക്കെ ഒച്ച ഉണ്ടെങ്കിൽ ആ ഒച്ച വെച്ച് നമുക്ക് ആൾക്കാരെ പറ്റിക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെയൊക്കെയുള്ള പറ്റിക്കലുകളൊക്കെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടോ? പിന്നെ നടത്തിയിട്ടുണ്ട്. അത് കോളേജിൽ പഠിക്കുമ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി ടിക്കറ്റ് ക്യൂ നിന്ന് വെയിറ്റ് ചെയ്യാം. പല സിനിമകളും ടിക്കറ്റ് ക്യൂ നിന്ന് ഒരുപാട് ക്യൂ നിൽക്കണം. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉടനെ ഞാൻ അച്ഛനെ വിളിച്ചു പറയിപ്പിക്കും. അച്ഛാ ഇന്ന പടം ടിക്കറ്റ് ഒന്ന് വിളിച്ച് പറ എന്ന് ഞാൻ പറയും. ഓക്കെ, ഏത് തിയേറ്റർ? അപ്പോൾ ഞാൻ ഫോൺ നമ്പറൊക്കെ എടുത്ത് കൊടുക്കും. അച്ഛൻ എന്നിട്ട് വിളിക്കും. വിളിച്ചിട്ട് പറഞ്ഞാൽ ഇതുപോലെ ഞാനാ ഷമിയ, ഇങ്ങനെ മകനും ഫ്രണ്ട്സും രണ്ടുപേരും വരുന്നുണ്ട്, ഒരു 3 എടുത്ത് വെച്ചേക്കണേന്ന് പറയും. ശരി ചേട്ടാന്ന് പറഞ്ഞാൽ അവരും വെക്കും. അപ്പോൾ ഒരു തവണ എന്തോ അച്ഛനായിട്ട് സംസാരിച്ച് ചെറിയ വഴക്കായി ഉണ്ടായിരിക്കുക, ചെറിയ സൗന്ദര്യപ്പണക്കം പോയിരിക്കുക. അപ്പോൾ സിനിമ കാണാനും പോകണം. അപ്പോൾ എന്ത് ചെയ്യും? ഇതൊരു ഭയങ്കര ടിക്കറ്റിന് ഭയങ്കര ക്യൂ, ആളുകൾ അത്ര നിൽക്കുന്നു. അന്നേരം എന്ത് ചെയ്യുന്നാലും ചിരിക്കുമ്പോൾ കൂട്ടുകാരോട് നീ തന്നെ വിളിക്കുന്നു, നിന്റെ സൗണ്ട് ഏകദേശം അച്ഛൻ്റെ അവിടുത്തെ സൗണ്ട് തന്നെയാണ്, നീ തന്നെ വിളിക്കാൻ പോകും. ഇല്ലല്ലോ, ശരിയാവില്ല, പൊക്കിയ നാണക്കേടാ, ഇല്ല പൊക്കത്തില്ല, നീ പഠിക്കാതെ പറഞ്ഞാൽ മതി. പറഞ്ഞില്ല, നടക്കത്തില്ല, എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ശരി എന്നോ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ, കുറച്ച് വിറച്ചോണ്ട് ഞാൻ ഷമിയ, എൻ്റെ മകനും എൻ്റെ ഫ്രണ്ട്സും വരും, 2 എടുത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞ് ഫോൺ വെച്ചത്. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛനെ ആശ്രയിച്ചിട്ടില്ല. അച്ഛനെ ആശ്രയിച്ചിട്ടില്ല. പിന്നെ ഞാൻ തന്നെ സ്വയം അച്ഛനാന്ന് പറഞ്ഞ് വിളിച്ച് ടിക്കറ്റ് എടുപ്പിക്കാറുണ്ടായിരുന്നു പലതവണ. എന്നിട്ട് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ചേട്ടാ അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു, കുറച്ച് സൗണ്ട് കുറച്ച് തട്ടി, കുറച്ച് ചേട്ടാ അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു, എന്നാന്ന് പറഞ്ഞു. അങ്ങനെ പലതവണ ഇപ്പൊ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഇടാനുള്ള തിയേറ്ററുകാരിയൊക്കെ മാത്രല്ല അച്ഛൻ കേൾക്കുമ്പോഴും അമ്പടെ ഭയങ്കര അച്ഛൻ എനിക്ക് അറിയാൻ തോന്നുന്നു, ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. ആണോ? നോട്ടി കിഡായിരുന്നു അപ്പൂപ്പന്റെ അടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ തന്നെയായിരുന്നല്ലേ? അപ്പൂപ്പന്റെ അടുത്തല്ല, എല്ലാവരോടും. ഓ അങ്ങനെയായിരുന്നു. എന്തൊക്കെ നോട്ടിനെസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്? അയ്യോ, ചിലതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അച്ഛൻ്റെ അടുത്ത് വെച്ച് കാണിച്ചിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റിൽ, അച്ഛൻ്റെ ഫ്ലാറ്റ്, വേണ്ടത്തെ ഫ്ലാറ്റിൽ വെച്ച് ടിവിയുടെ റിമോട്ടൊക്കെ ഫ്ലാറ്റിന്റെ 7ാമത്തെ നിലയിൽ നിന്നൊക്കെ താഴോട്ടെടുത്ത് എറിയുമായിരുന്നു. പിന്നെ ഒരു വളരെ സ്നേഹത്തോടെ എന്തോ വിളിക്കുമെന്ന് ഞാൻ കേട്ടായിരുന്നു. അന്ന് വിളി വിളിച്ചോണ്ടായിരുന്നു, റാസ്കൽ വിളിയുണ്ട്. ഈ നമ്മൾ ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോഴത്തേക്കും നമുക്ക് ഷാഢ്യങ്ങൾ കൂടുതലായിരിക്കും, നമ്മുടെ വീട്ടുകാർ നമ്മളെ പാമ്പർ ചെയ്യുന്ന കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണോ? ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചു തരാൻ പറയാ, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ സമയത്ത്, സ്കൂളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കോളേജിലോട്ട് കയറാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനെ ബൈക്ക് തന്നെ, സെക്കൻഡ് ഹാൻഡ് ബൈക്ക് തന്നെ ആവശ്യപ്പെട്ടു. സെക്കൻഡ് ഹാൻഡ് ഒരു 135,000 ചെറിയൊരു ബൈക്ക്, ലോക്കൽ ആവശ്യത്തിന് ജിമ്മിലൊക്കെ പോകാനും അങ്ങനെ ആവശ്യപ്പെട്ടു, ട്യൂഷനൊക്കെ പോകാൻ ആവശ്യപ്പെട്ടു. അന്ന് പറഞ്ഞു ഇല്ല തരത്തില്ല എന്നൊക്കെ അച്ഛൻ കുറേ പറഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്കൊരു സ്വപ്നം, എനിക്കൊരു ഡ്രീം ബൈക്ക് ഉണ്ടായിരുന്നു. 2021 തോന്നുന്നു, ഞാനത് സ്വന്തം കാശ് കൊണ്ട് ഞാനത് മേടിച്ചു. അതൊരു കവാസാക്കിയുടെ നിഞ്ച എന്ന് പറയുന്ന ഒരു ZX10R എന്ന് പറയുന്ന ബൈക്ക് ഞാൻ സ്വന്തമായിട്ട്
മേടിച്ചത്. അപ്പോൾ ഒന്നും പറയാനില്ലല്ലോ, ഞാൻ സ്വന്തം മേടിച്ചതല്ലേ. വീണ്ടും നമ്മൾ മാർക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് സിനിമയിലുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ അദ്ദേഹം ഇങ്ങനെ അഴിഞ്ഞാടുന്നത് കണ്ട ഒരാളാണല്ലോ. അപ്പൊ ഇത്രയും ഭീകരമായ സ്റ്റണ്ട് ഒക്കെ കണ്ടപ്പോ എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്? ഒരു കേജിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതില് ഞാനൊരു വളരെ ആറ്റിറ്റ്യൂഡ് പിടിച്ച് സ്ട്രൈറ്റ് ഫേസ് വെച്ചിട്ട് ഇരിക്കുവാണെങ്കിലും പുള്ളി ഒരു ഫൈറ്റ് സീൻ ഇതുപോലെ ഒറ്റ ഷോട്ട് ആദ്യം ഒരു റിഹേഴ്സൽ നടത്തി, അത് കഴിഞ്ഞ് ഒറ്റ ഷോട്ടിൽ ആ ഒരു കുറേ പേര് കയറി വരുന്നൊരു ഒരു സീനുണ്ട്. അത് പുള്ളി ഒറ്റ ഷോട്ടിലാണ് എടുത്ത് തീർത്തത്, ഒറ്റ ടേക്കിൽ അത് എടുത്ത് തീർത്തു. അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ആയിരുന്നെങ്കിലും, കാരണം ക്യാമറ നിൽക്കുമല്ലേ, അങ്ങനെ അതിൽ മനസ്സിൽ ഞാൻ വായം പൊളിച്ച് നിൽക്കുന്നു, എൻ്റെ അമ്മേ കട്ട് പറഞ്ഞത് ഞങ്ങളെല്ലാവരും വൻ കൈയടിയായിരുന്നു. ആ രീതിയിൽ ഞങ്ങൾ എല്ലാവരും കൈയടിയായിരുന്നു. ആണല്ലേ? എപ്പോഴെങ്കിലും ഉണ്ണിച്ചേട്ടനോട് പോയി ചോദിച്ചിട്ടുണ്ടോ, എന്റെ പൊന്നു ചേട്ടാ ഇത് ഇങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ണിച്ചേട്ടനെ കൊണ്ട് സാധിക്കും, കാരണം അത്രത്തോളം എഫേർട്ടും അത്രത്തോളം ഡെഡിക്കേഷനുള്ള മനുഷ്യനാണ്. തീർച്ചയായും പുള്ളിയെ കൊണ്ട് സാധിക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് അതുവരെ ക്യാരക്ടർ കട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ നിന്ന് കട്ട് പറഞ്ഞപ്പോൾ ചേട്ടാ അടിപൊളിയായിട്ടാന്ന് പറഞ്ഞു. ഞാൻ പുള്ളി കറക്റ്റ് എന്നെ നോക്കിയത് ഞാൻ അടിപൊളിയായിട്ട്, ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കര പേടിച്ച മാർക്കോ കാണാൻ പോയത്. ബിക്കോസ് എന്റെ പേടി എന്താ വെച്ചാൽ എനിക്കിനി വല്ല ബോധക്കേട് വരും. കാരണം നമ്മുടെ തിയേറ്ററുകളുടെ ഇങ്ങനെ പലയിടത്ത് കേട്ടു, ലേഡീസ് പലയിടത്തും തലകറങ്ങി വീഴുന്നു, ചിലർ ഛർദ്ദിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഫീഡ്ബാക്കുകളൊക്കെ കേട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഇന്നലെ ഞാൻ സിനിമ കാണാനിരിക്കുമ്പോഴും ചുറ്റും നോക്കുമ്പോൾ കുറച്ച് ലേഡീസ് ഒക്കെ ഉണ്ടോ ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പുറകിൽ ഒരാൾ തലയിറങ്ങി വീഴുന്നു. അപ്പൊ ഞാൻ എന്റെ അമ്മ എന്തൊക്കെയാ ഇവിടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മലയാള സിനിമ കണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര അതിശയമല്ലേ? ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ, റെസ്പോൺസുകൾ? കാണാം, വീഡിയോസ് ഒക്കെ ഓരോരുത്തർ അയച്ചു തരാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കരുനാഗപ്പള്ളിയിലുള്ള ഖാൻസ് തിയേറ്ററിന്റെ അവിടെയൊക്കെ ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു ആളുകളെ. ആ രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ. വീഡിയോ ഒക്കെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ വീഡിയോ അത്യാവശ്യം വൈറലായിരുന്നു. എനിക്ക് അതിന് ഓണർ തന്നെ എനിക്ക് അയച്ചു തന്നെ. എപ്പോഴെങ്കിലും അങ്ങനെ നമ്മുടെ സ്വന്തം കരച്ചിൽ വന്നു, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ സ്ക്രീനിൽ കാണുകയാണ്, അത് ഇത്രയും ഗംഭീരമായൊരു സിനിമ, ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ? തീർച്ചയായും, കാരണം ഞാൻ പടം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മുഖം കാണിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു മനസ്സിലിങ്ങനെ ഒരു നെഞ്ചത്ത് ആ ഒരു ഭാരവും വെച്ചാൽ ഒരു സന്തോഷം കൊണ്ടുള്ളൊരു ഭാരവും പിന്നെ കണ്ണൊക്കെ നിറയുകയൊക്കെ ചെയ്തു. പിന്നെ ഇന്റർവൽ ആയപ്പോഴേക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചൊക്കെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഇന്റർവൽ ആയപ്പോഴത്തേക്ക് എല്ലാവരും തിരിഞ്ഞ് നോക്കുന്നു, അച്ഛനൊക്കെ നോക്കുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് കരച്ചിൽ മാറണമല്ലോ, പിന്നെ ഉടനെ ഇങ്ങോട്ട് പറയണ്ടെന്നൊക്കെ പറഞ്ഞ് മാറി. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അമ്മ എന്താണ് പറഞ്ഞത്? അമ്മ അങ്ങനെ നല്ലതൊന്നും പറയില്ല. അമ്മ ആകെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയല്ല, പറയത്തില്ലെന്നല്ല, എന്താ പറയാ, അമ്മ ശരിക്കും സിനിമ എൻജോയ് ചെയ്തിട്ടില്ല. അമ്മ ശരിക്കും ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എൻജോയ് ചെയ്യുന്നത്. അമ്മ പിന്നെ ഒരിക്കൽ ഒന്നുകൂടെ അപ്പുറത്തെ എൻ്റെ വീടിന് നെയ്ബേഴ്സ് എന്താണ് ചേച്ചിമാരുണ്ട്, അവരുമായിട്ട് പോയി കാണാനിരിക്കുകയാണ്. എന്നിട്ടാണ് അമ്മ ഇനി സിനിമ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്. ആദ്യം ഞാൻ എങ്ങനെ ചെയ്തു, ഓക്കെ ആണോ എന്നൊക്കെയുള്ളൊരു പേടി അമ്മയ്ക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ശ്രദ്ധിച്ചായിരിക്കും അടുത്തൊരു സിനിമ ചെയ്യുക എന്നൊരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലായിരിക്കും? എന്നിൽ കണ്ട ഒരു നെഗറ്റീവ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഡബിങ്ങിൽ തന്നെയാണ്. കുറേയൊക്കെ മെച്ചപ്പെടുത്താനുണ്ട് എനിക്ക് അത് കണ്ടിട്ട്. ചില സീനൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ട് കണക്ക് പോലെ പറഞ്ഞത്, കുറച്ച് സ്മൂത്തായിട്ട് ആ ഒരു ഫ്ലോയിലൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെയ്യണമായിരുന്നു. ആ ഒരു ഗാംഭീര്യം ചിലപ്പോൾ കട്ടിക്ക് സൗണ്ടിന് കട്ടി ഉണ്ടായിരിക്കാം, പക്ഷേ ചിലതൊക്കെ ആ ഒരു പെട്ടെന്ന് എടുത്തിട്ട് കണക്ക് എനിക്ക് തോന്നിയത് പലതും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ആ സാഹചര്യത്തിൽ. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഇല്ലേ, അതെനിക്ക് ആ സിറ്റുവേഷനിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സ്മൂത്ത്നെസ് വരണമല്ലോ, അതെനിക്ക് അവിടെ വന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഫ്ലോ ഇല്ലാതെ പോലെ ഫീൽ ചെയ്ത് എനിക്ക്. എപ്പോഴെങ്കിലും നമുക്കൊരു ഭാഗ്യം കിട്ടുകയാണ്, തിലകൻ സാറിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടുകയാണെങ്കിൽ? അത് പണ്ടും മാർക്കോയിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ മനസ്സിലാച്ചു ഗോഡ് ഫാദറിന്റെ ഒരു അതിൻ്റെതായ രീതി വിടുന്നതാണ് നല്ലത്. കാരണം ആ പടം അതിൻ്റെതായ രീതിയിൽ അടിപൊളി പടമാണ്. ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഗോഡ് ഫാദറിലെ ആ മക്കളുടെ ഒരു ചെറുപ്പകാലം ചെയ്യണം എന്നെനിക്ക്, ഞാൻ പലപ്പോഴും ഇതിൻ്റെ ചെറുപ്പകാലം, അച്ഛൻ്റെ ചെറുപ്പകാലം ഞാൻ ചെയ്യണം, ബാക്കിയുള്ളവർക്ക് അവരേതായിട്ട് ആരെങ്കിലൊക്കെ ചെയ്യണം എന്ന് മനസ്സിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു സംഭവമാണ്. സിനിമയിലെ ഫൈറ്റ് സീൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ സാധനങ്ങളാണല്ലോ. അതിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുവോ അല്ലെങ്കിൽ മുറിവുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? ഫൈറ്റ് കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നതിന് മുന്നേ. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കിക്ക് ബോക്സിങ് കുറച്ച് ഞാൻ പോയി ട്രെയിൻ ചെയ്തു. അധികം സമയം കിട്ടിയില്ല, കുറച്ച് സമയം കിട്ടിയുള്ളൂ. അതുകൊണ്ടൊന്നും ഇല്ലായിട്ടൊന്നും ആവില്ല, എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് പഠിച്ചു.
പിന്നെ മുറിവുകൾ ഒരു ഷൂട്ട് എൻ്റെ ഈ പറയുന്ന എന്താണ് ഗുണ്ടകളെല്ലാം അവിടെ നിൽക്കുന്ന വെടിവെക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ആ വീട്ടിലോട്ട് കയറി വരുന്ന ഒരു എൻട്രി സീൻ. അപ്പോൾ ആ വീട്ടിലോട്ട് വെടിവെക്കും. അപ്പോൾ ഒരു ബുള്ളറ്റ് തെറിച്ച് ചുണ്ടിലൊക്കെ തട്ടി ചുണ്ടൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അവിടെ വെച്ച്. ഈ തോക്കിൽ നിന്ന് ബുള്ളറ്റ് ആക്ച്വൽ ഒറിജിനൽ ബുള്ളറ്റ് ആ ബാക്കിന് ഷെല്ല് ശരിക്കും തെറിച്ചു പോകും. അപ്പോൾ 2 തവണ ചുണ്ടത്തും ഇവിടെയൊക്കെ വന്ന് ഇടിച്ചു, പൊട്ടി ചോരയൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ഐസൊക്കെ കൊണ്ട് വെച്ച് എൻ്റെ ഫോട്ടോസ് അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. ഞാനതെല്ലാം എടുത്തു വെക്കും. ഈ അന്നുണ്ടായ ഓർമ്മകൾ മെമ്മറീസ് എല്ലാം ഞാൻ എടുത്തു വെക്കും. ഉടനെ ചുണ്ടത്രയും ബ്ലാക്ക് ആയിട്ടിരിക്കുവായിരുന്നു. അതൊക്കെ അങ്ങനെയുള്ള കുറെ ഞങ്ങൾ കണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ണിച്ചേട്ടനുള്ള ഫൈറ്റ് സീനാണെങ്കിൽ പോലും ഒരു റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഉണ്ണിച്ചേട്ടൻ ഞാൻ ഇങ്ങനെ ഇടിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുറച്ച് റഫ്നെസ് കൂടി പോയി പുള്ളിയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിയൊക്കെ ചെയ്തു. ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ചേട്ടാ സോറി. പക്ഷെ പുള്ളി അപ്പോഴും എടാ കുഴപ്പമില്ല, അത് നീ സൂക്ഷിക്കുക, ഇനി സംഭവം ഇപ്പം ഞാനായതുകൊണ്ട് ഓക്കെ. മറ്റൊരു ആക്ടറായിരുന്നു ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല അവർ റിയാക്ട് ചെയ്യുന്നത്. ഉണ്ണിച്ചേട്ടൻ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ആ ദിവസം ഫുൾ വിഷമിച്ച് ഇങ്ങനെ മുറിക്ക് മാറി. പക്ഷെ പുള്ളി ഉണ്ടാ കുഴപ്പമില്ല ബാ എന്ന് പറഞ്ഞു. ബാ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ കംഫർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഉണ്ണിച്ചേട്ടൻ. ആണല്ലേ. ഈ മേക്കപ്പ് കാര്യം പ്രോസ്തെറ്റിക് മേക്കപ്പ് ആണെന്നൊക്കെ പറയുമ്പോഴും നമ്മളിത് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഭീകരതയില്ലേ, അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ആക്ടേഴ്സിന് ഫീൽ ചെയ്തിരുന്നോ? അതായത് പ്രത്യേകിച്ച് റസൽ ഒരു സീനൊക്കെ കണ്ട് ഞെട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു പെട്ടിയിൽ ഒരു സാധനം കൊണ്ട് കൊടുക്കുമ്പോ ഒക്കെ ഞെട്ടുമ്പോ ഒക്കെ. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടൊരു സീൻ. ആണോ? ഞാൻ ഏറ്റവും 7 ടേക്ക് വരെ പോയൊരു സീൻ. ആ ഒരു സാധനം, ആ ഒരു പേടി, ആ ഒരു പെട്ടെന്ന് കാണുമ്പോൾ ഒരു സാധനം വെളി വരുന്നത്. അന്ന് ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു. എനിക്കൊന്ന് പടത്തിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു, ഷൂട്ടിംഗ് തുടങ്ങിയതിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു അന്നൊക്കെ. അപ്പോൾ ഉണ്ണിച്ചേട്ടനും ഹരി സാർ കൂടി ഒന്നും വേണ്ട, കൂളായിട്ട് ചെയ്യും, നീ സ്റ്റിഫ്നെസ് ഒന്ന് മാറ്റ്, ബോഡി ഫുൾ റിലാക്സ് ചെയ്യും എന്ന് പിന്നെ പയ്യെ ഞാൻ മാറ്റിയെടുക്കുന്ന ഒരു ഇതായിരുന്നു. ആ ദിവസം ഞാൻ ശരിക്കും പേടിച്ചു, ഒരുപാട് കയ്യിൽ നിന്ന് പോയി കുളമായി നാണക്കേടായി. പക്ഷെ കുഴപ്പമില്ലാതെ ചെയ്തു. ഏറ്റവും അധികം എൻജോയ് ചെയ്ത സീൻ ഏതായിരിക്കും? ഓഫ് കോഴ്സ് സിലിണ്ടറിന്റെ സീനാണ്. ആണോ? എന്റെ ദൈവമേ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു അതിക്രൂരനുണ്ട് കേട്ടോ. ഞാൻ ചില കമന്റുകളൊക്കെ കണ്ടിരുന്നു, അത് ഞാൻ എടുത്തു വെച്ചിരുന്നു. ആ കമന്റുകൾ എപ്പോഴെങ്കിലും വരുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്. അതായത് മാർക്കോയിൽ ഒരു വളരെ നല്ല മനുഷ്യ സ്നേഹിയായി ഇദ്ദേഹം ജീവിച്ചെന്ന്. എന്തായിരിക്കും ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടപ്പോഴത്തേക്കും സത്യം ഭയങ്കരമായ മനുഷ്യ സ്നേഹം ഞാനതിൽ കണ്ടെന്ന് ഞാൻ ഓർത്തു. ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ കണ്ടിരുന്നു? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാം വായിക്കും, എല്ലാ കമന്റ്സും വായിക്കും, ചിലർക്ക് റിപ്ലൈ കൊടുക്കും, മെസ്സേജസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫുൾ ഇരുന്ന് വായിക്കാറുണ്ട് ഞാൻ. ആണല്ലേ? അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇദ്ദേഹത്തെ കണ്ടാൽ സണ്ണി മേനെ പോലെ തോന്നിയവർ ആരൊക്കെ? അത് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവോ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ്? എനിക്ക് സണ്ണിച്ചേട്ടനെ പോലെ തോന്നിയിട്ടില്ല. തോന്നുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. സണ്ണിച്ചേട്ടൻ മുള്ളിൽ മുടിയും അതൊക്കെ നല്ല സുന്ദരനായ മുഖമാണ് പുള്ളിയുടെ. പക്ഷെ എന്റെ മുഖം അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ എല്ലാ കമന്റുകളും വായിക്കുന്ന ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും രസിപ്പിച്ച ഒരു കമന്റ് ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? അത് ഇടിച്ച് അച്ചാറായി കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇടിച്ച്. ഇന്നൊരെണ്ണം വന്ന് സിലിണ്ടർ അഭിമന്യു എന്നൊക്കെ പറഞ്ഞു. അത് ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് കാരണത്തിരുന്ന് കണ്ടത് സിലിണ്ടർ അഭിമന്യു. അങ്ങനെ ഒരു ഗംഭീര സിനിമ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി. ഒരുപാട് പേര് ഇങ്ങനെ കാണണോ വേണ്ടയോ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അവരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? തീർച്ചയായും കാണും. അത് ഓരോ പടത്തിന് അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. ഈ ജോണറിക്കകത്തുള്ളത് അതിൻ്റെതായത് കാണുമെന്നുള്ളതേ ഉള്ളൂ. അതിന്റെ രീതി കാണുക. സിനിമയാണ് അതിൻ്റെതായ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യോ? എന്താണ്? അങ്ങനെയല്ല, ഷമ്മി ചേട്ടന് അവിസ്മരണീയമാക്കിയ ഏതെങ്കിലും ഒരു ഡയലോഗ് മകനൊന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? കൂട്ടി കൊടുക്കാൻ പറ്റും സഖ്യഭായി? അത് തന്നെ, അതാണ് വേണ്ടത്. അച്ഛൻ അത് വേറെ ലെവലിൽ പറഞ്ഞിരിക്കുക. എനിക്ക് കാണിക്കാൻ അറിയുള്ളൂ, പറയാറിയില്ല. അതും അത് കമന്റാണ്. അച്ഛൻ പറഞ്ഞിട്ടേ ഉള്ളൂ, മകൻ അത് കാണിച്ചു, മകൻ ഒരു ഡയലോഗും ഇല്ലാതെ അത് കാണിച്ചു എന്ന് പറഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടു. എന്നിട്ട് കുറെ അസ്ഥികൂടത്തിന്റെ പടമൊക്കെ ഇട്ടേക്കുന്നു. മകൻ ഒരു ഡയലോഗും ഇല്ലാതെ അത് കാണിച്ചു, അത് ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ച്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സഖ്യഭായി. നിങ്ങൾക്ക് എന്താ പറ്റുമോ? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സഖ്യഭായി നിങ്ങൾക്ക്? ബട്ട് ഐ ക്യാൻ. കൂട്ടിക്കൊടുക്കാം, കുതികാല് വെട്ടാം. എന്തിന്? ഈ സൂര്യന് ചൂടിനുള്ള എന്ത് നെറുകേടിനുമാകും ഈ ബലരാമന്. You have done it. Congrats. അതേതായാലും അങ്ങനെ മാർക്കോയിലെ വില്ലനെ കൊണ്ട് ഞാനും വെള്ളം കുടിപ്പിച്ചെന്നുള്ള സന്തോഷത്തിൽ. അയ്യോ, അത് കറക്റ്റ് ഒന്നും ആയില്ലേട്ടാ. ഞാനിതിപ്പോ പെട്ടെന്ന് ഇരുന്ന് പറഞ്ഞോണ്ടാണ്. കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടൊക്കെ വന്ന് പറയാൻ പഠിച്ചിട്ട് വന്നേ. നാക്കെല്ലാം കുഴഞ്ഞ്
ബട്ട് സ്റ്റിൽ ഇത്രയൊക്കെ ഒരു അറ്റംപ്റ്റ് നടത്തില്ലേ, അതാണ് സ്പിരിറ്റ്. അപ്പൊ എന്തായാലും മാർക്കോയിലെ വില്ലനെ മലയാളികൾ മറക്കില്ല. കാരണം അതുപോലത്തെ ഭീകരത എല്ലാം കാണിച്ചു വെച്ച് വയലൻസ് എന്താണെന്നുള്ളത് വേറെ ലെവലിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആളാണ്. ഇതിനും ഗംഭീരമായ സിനിമകൾ ഇനിയും തേടി വരട്ടെ. എല്ലാവരുടെ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ, ആഗ്രഹങ്ങളൊക്കെ പൂവണിയട്ടെ. താങ്ക് യു സോ മച്ച്. India's #1 language academy, Needus Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.